ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ സജീർ വൈ ത്രോസ്. ഞാനിപ്പോൾ അത് നമ്മുടെ സ്വന്തം എസ്റ്റേറ്റ് മുക്കിലാണ്. വണ്ടികളുടെ പറദീസ എന്നറിയപ്പെടുന്ന നമ്മുടെ എസ്റ്റേറ്റ് മുക്കിൽ ഇവിടെ ഒരുപാട് സ്കൂട്ടേഴ്സിന്റെ കളക്ഷൻസ് ഉണ്ട്. എസ്റ്റേറ്റ് മുക്കിൽ ഫോർച്യൂൺ യൂസ്ഡ് ബൈക്സിലാണ് ഉള്ളത്. നിങ്ങൾക്ക് ബാക്കിൽ നോക്കിയാൽ കാണാം. ഫോർച്യൂൺ യൂസ്ഡ് ബൈക്സിൽ നല്ല വെയിലുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ഇതിൽ. അപ്പോൾ ഇവിടെ ഒരുപാട് സ്കൂട്ടേഴ്സിന്റെ അടിപൊളി കളക്ഷൻസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിലാണ് ഞാൻ ഈ ഒരു ഷോപ്പിന്റെ വീഡിയോ ചെയ്യാൻ വിചാരിച്ച് അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫേവറേറ്റ് സ്പോട്ടാണെന്ന് അറിയാം, വണ്ടികൾ ഇഷ്ടപ്പെടുന്നവരെ ഫേവറേറ്റ് സ്പോട്ടാണ് നമ്മുടെ എസ്റ്റേറ്റ് മുക്ക്. അപ്പോൾ മലപ്പുറത്തും കാര്യത്തിൽ നിന്നൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്യൂച്ചറിൽ കുറച്ച് വീഡിയോസ് ഒക്കെ മലപ്പുറം ആ ഒരു ഭാഗത്തേക്കുള്ള കുറച്ച് വീഡിയോസൊക്കെ വരാറുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫോർച്യൂൺ യൂസ്ഡ് ബൈക്സിൽ കുറച്ച് കളക്ഷൻസ് സ്കൂട്ടേഴ്സ് നോക്കുന്നവർക്ക് പറ്റിയൊരു വീഡിയോ കൂടിയാണ് ഇത്. അപ്പോൾ സ്കൂട്ടേഴ്സിൻ്റെ കുറച്ച് കളക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. അപ്പം കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിൽ പോകാം. സോ ഗൈസ്, നമ്മുടെ വീഡിയോ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ ഫോർച്യൂൺ യൂസ്ഡ് ബൈക്സ് എസ്റ്റേറ്റ് മുക്കാണ്. കാലിക്കറ്റ് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി ഭാഗത്താണ് എസ്റ്റേറ്റ് മുക്ക് എന്ന് പറയുന്നത്. വണ്ടികളുടെ ഒരു ഫർദീസ എന്ന് അറിയുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഒരുപാട് ബൈക്കുകളുടെ ഷോപ്പുകളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കിയേക്കാണ്. ഇതിന് മുമ്പ് ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫോർച്യൂൺ യൂസ്ഡ് ബൈക്സ് കോഴിക്കോട് ജില്ലയിൽ എസ്റ്റേറ്റ് മുക്ക് താമരശ്ശേരിയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 6-7 കിലോമീറ്ററൊക്കെ വന്നാൽ എസ്റ്റേറ്റ് മുക്ക് എന്ന് പറഞ്ഞ് ഒരു വണ്ടികളുടെ ഒരു ഏരിയ തന്നെ കാണാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ കളക്ഷൻസ്. ഇത് നോക്കി കാണാൻ ഒരുപാട് ഗിയർലെസ് വണ്ടികളുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. സോ ഗൈസ്, നമ്മളെ വണ്ടികളുടെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. ബാസിത്ത് ബ്രോ ഉണ്ട് കൂടെ. ബ്രോ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ബ്രോ, കുറച്ച് കളക്ഷൻസ് എത്തിയിട്ടുണ്ടല്ലേ ഇവിടെ? കുറച്ച് കളക്ഷൻസ് എത്തിയിട്ടുണ്ട്. ഗിയർലെസ്സും കുറച്ച് ബൈക്കുകളും കുറച്ച് കളക്ഷൻസ് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഡിയോ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽ. ഇത് 2020 മോഡലാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഒരു 31,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ടയറും കാര്യങ്ങളൊക്കെ പക്ക നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇത് നമുക്ക് പ്രൈസ് വരുന്നത് 60 രൂപയാണ് ചോദിക്കുന്നത്. 60 പ്രൈസ്. കിലോമീറ്റർ 31. അതെ അതെ, അത് നെഗോഷ്യബിൾ ആയിട്ട് നമ്മൾ ചെയ്യുകയും ചെയ്യാം. പ്രൈസ് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. നോക്കിയാൽ കാണാം. ടയേഴ്സൊക്കെ നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് എടുക്കുന്ന വണ്ടിക്കാണെങ്കിൽ ഒരാഴ്ച നമുക്ക് എന്ത് ചെയ്യാം, ചെക്കിംഗ് ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് കൊടുക്കാം. പരമായിട്ടായാലും ഇനി വേറെ എന്തെങ്കിലും മേജർ കംപ്ലൈൻസ് ഒക്കെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ എന്തെങ്കിലും ഓടിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാറണ്ടി തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാം. എഞ്ചിൻ വാറണ്ടി മീൻസ് അതായത് പിസ്റ്റണിനും ക്രാങ്കിനും നമ്മൾ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുന്നുണ്ട്. അഥവാ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടവർക്ക് വണ്ടി തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിന്റെ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കില്ല. അത്ര എഞ്ചിൻ പക്ക ആയിരിക്കും, എഞ്ചിൻ പക്ക ആയിരിക്കും. നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വെക്കുള്ളൂ. കാരണം നാളെ നമ്മൾ കസ്റ്റമർ അറിയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് 2016 മോഡലാണ് ഈ ഡിയോ വരുന്നത്. ഇതാണെങ്കിൽ 45,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ 38 ആണ്. 38. അതെ, ഇയർ 2016 ആണ്. 2016. അത് നമുക്ക് നെഗോഷ്യബിൾ ആയിട്ട് നമ്മൾ ചെയ്യാം. നമ്മൾ ഈ ചോദിക്കുന്ന പ്രൈസിനേക്കാളും ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തിട്ട് കസ്റ്റമർക്ക് അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാം. അതൊന്നും പ്രശ്നമല്ല. അടുത്തത് ഒരു ആക്സസ്. അതെ, ഇത് 2016 മോഡൽ ആക്സസ് ആണ്. പക്കാ ക്ലീൻ ആണ് ഈ വണ്ടി. വേറെ കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ എന്താ പറയാ, ബോഡി പരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ പക്കാ നീറ്റ് ആണ്. വേറെ സ്ക്രാച്ചോ വൈറ്റ് ആണെങ്കിൽ കൂടിയിട്ട് വേറെ കളറില് വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഇമെയിൽ ഓൾറെഡി വരുന്നുണ്ട്. സൈഡ് ഗാർഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് 2016 മോഡൽ ലാസ്റ്റ് വരുന്നത്. അതായത് 2016 11-ാം മാസം വരുന്ന വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന നമ്മൾ 39 രൂപ. എത്ര ചോദിക്കുന്നത്? 39,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 2016 വണ്ടി 39,000 ആണ് ചോദിക്കുന്ന റേറ്റ്. എത്രയാണ് കിലോമീറ്റർ ഇത് ഓടിയ? ഇത് കിലോമീറ്റർ ഓടിയ 42,000 കിലോമീറ്റർ അത് ഓടി. 42 അല്ലേ? 42,000 കിലോമീറ്റർ ആണ് ഓടിയത്. ഓക്കെ, അടുത്തത് ഒരു അതുപോലെ തന്നെ ഇതും 2017 ആക്സസ് ആണ്. ഇത് ഗ്രേ കളറിലാണ് വരുന്നത്. ഇത് ഓടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? ഇത് 49,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 49. പ്രൈസ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 42 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. അത് നമുക്ക് അഡ്ജസ്റ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. 2017 മോഡലാണ് വണ്ടി വരുന്നത്. വണ്ടി വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അടുത്തത് ജൂപ്പിറ്റർ. ഇതിന്റെ ഡീറ്റെയിൽ. ഇത് 2018 മോഡൽ 19 രജിസ്ട്രേഷൻ ആണ്. ഇത് ജൂപ്പിറ്ററിൽ തന്നെ ഗ്രാൻഡ് എഡിഷൻ ടൈപ്പ് ആണ് വരുന്നത്.
അതായത് ഡിസ്ക് ബ്രേക്കും അലോവിലൊക്കെ വരുന്ന ഒരു ടൈപ്പാണ്. ഡീറ്റെയിൽ മീറ്റർ ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഡീറ്റെയിൽ മീറ്റർ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന വണ്ടിയാണ്. വേറെ കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇത് എത്ര ഓടിയിട്ടുണ്ട്? അത് 45,000 ഓടിയിട്ടുണ്ട്. 45,000 റേറ്റ് എത്ര? നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് 50 റുപ്യാണ് നമ്മൾ ചോദിക്കുന്നത്. 50 ചോദിക്കുന്നത്. അത് നമുക്ക് നെഗോഷ്യബിൾ ആയിട്ട് നമ്മൾ ചെയ്യാം. 2019 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ, അടുത്ത ജുപ്പിറ്റർ. ഇതിന്റെ ഡീറ്റെയിൽ അനു ഇത് 2015 മോഡൽ 16 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ജൂപ്പിറ്ററിൽ തന്നെ ഒരു റയർ കളറായിട്ട് വരുന്ന വണ്ടിയാണ്. പക്ക ക്വാളിറ്റി നീറ്റ് ആണ്. വേറെ കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ 32 രൂപ നമ്മൾ ചോദിക്കുന്നത്. 32 രൂപ. 2016 രജിസ്ട്രേഷൻ വണ്ടിയാണ്. വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല. പക്ക നീറ്റ് വണ്ടിയാണ്. നിലവിൽ ആക്റ്റീവ് കഴിഞ്ഞാൽ ഇപ്പൊ ജൂപ്പിറ്റർ ആണ്. മൈലേജിന്റെ കാര്യത്തിലും ഒക്കെ പക്കാണ്. പിന്നെ മെയിൻ്റെനൻസും കുറവാണ്. കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ കുറവായ ഒരു വണ്ടിയാണ്. പിന്നെ അതുപോലെ 2014 മോഡൽ ആക്റ്റീവ് ആണ്. ഫുൾ ബ്ലാക്കിലാണ് വരുന്നത്. നമ്മൾ റീപെയിന്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ടച്ചപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഫുൾ റീപെയിന്റ് ചെയ്താണ്. അതായത് കമ്പനിയിൽ നിന്നും ഫുൾ നമ്മൾ അടുപ്പിച്ചാണ്. കമ്പനി പെയിന്റ് ആണ് വരുന്നത്. അതെ, ആ ഒരു ഫിനിഷിങ് ഇതിലുണ്ട്. അതുപോലെ തന്നെ വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക നീറ്റ് വണ്ടിയാണ്. കാരണം 2014 ആയതുകൊണ്ട് ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് വെച്ച വണ്ടിയാണ്. പക്ക നീറ്റാണ്. ഇത് നമ്മൾ ചോദിക്കുന്നത് 30 രൂപയാണ്. അതെ, 30 നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആണ്. ഇത് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഒരു 28 ആ റേഞ്ചിൽ വരെ നമുക്ക് ചെയ്തു കൊടുക്കാം. 28 ഒക്കെ പോകും. നേരിട്ട് വന്ന് എടുക്കുകയാണെങ്കിൽ വീഡിയോ കണ്ട് 28 വരെ നമുക്ക് ചെയ്യാം. വീഡിയോ കണ്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ 28 വരെ ചെയ്യാം. ഒരു 28 വരെ ചെയ്ത് തരാന്നാണ് ബ്രോ പറയുന്നത്. നല്ല വൃത്തിയുള്ള നല്ലൊരു വണ്ടിയാണ്. മെക്കാനിക്കലി ഒക്കെ ഇത് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കുകയും ചെയ്യും. എഞ്ചിനൊക്കെ ഗ്യാരണ്ടി കൊടുക്കാം. 2014 വിചാരിച്ച് ഗ്യാരണ്ടി കുറവൊന്നുമില്ല. ഗ്യാരണ്ടി തന്നെ കൊടുക്കും. ഗ്യാരണ്ടിയിലാണ് കൊടുക്കുന്നത്. ഇയർ കുറച്ച് ബാക്ക് ആണെങ്കിലും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പെയിന്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു വണ്ടിയാണ് ഇന്ന് കാണുന്നത്. ഓക്കെ, അടുത്തത് ഒരു മാസ്ട്രോ അല്ലേ? ഇത് 2015 മോഡലാണ് വരുന്നത്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. ഒരു 26 ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് കസ്റ്റമർക്ക്. അത്യാവശ്യം മോഡലും ഉണ്ട്. വേറെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ല. പക്ക ഓക്കെ ആണ് വണ്ടി. ഒരു നീറ്റ്നെസ് ഉള്ള വണ്ടിയാണ്. അതായത് ലോ ബഡ്ജറ്റിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക്. എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് പറഞ്ഞത്? 26 ആണ്. എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യാം. നേരിട്ട് വരികയാണെങ്കിൽ എന്തായാലും എമൗണ്ട് കാര്യങ്ങളൊക്കെ വീഡിയോ കണ്ട് വരുന്നവർക്ക് നമ്മൾ ചെയ്യാം. വീഡിയോ കണ്ട് വരുന്നവർക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലോ ബഡ്ജറ്റിൽ വേറെ പ്രത്യേകിച്ച് കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ല. എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറിന്റെ ഭാഗമാണ്. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സെൽഫ് വർക്ക് ചെയ്യുന്നതാണ്. പുതിയ ബാറ്ററിയാണ്. 1.5 വർഷം ഗ്യാരണ്ടി ഉള്ള പുതിയ ബാറ്ററി നമ്മൾ ഇട്ടതാണ്. അമറോണിന്റെ ബാറ്ററി. അതെ. ഓക്കെ, പുതിയ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ആണ്. സെൽഫൊക്കെ പക്കാണ്. 18 വളരെ എക്സ്പ്രഷനിൽ വരുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ടയർസൊക്കെ അത്യാവശ്യം നല്ല ടയർസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടിയാണിത്. ആണ് ഇതിൻ്റെ ഒരു ലോങ് ഷോട്ട്. ഓക്കെ, അടുത്തത് ഈ ആക്സസ്. എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ്? ഇത് 2015 മോഡലാണ്. ഓക്കെ, ഇത് പക്ക എന്താ പറയാ നീറ്റ് വണ്ടിയാണ്. വേറെ കംപ്ലൈൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 28 ആണ് വരുന്നത്. 28. അതെ. 2015 മോഡൽ വണ്ടിയാണ്. 2015 മോഡൽ 28 കേരളത്തിൽ തന്നെ രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. KL11 വരുന്ന. പിന്നെ കുറച്ച് ബൈക്കുകളുണ്ട്. ഏതായാലും ഇതിൽ അതൊന്നും ആഡ് ചെയ്താൽ നമ്മള് കുറച്ച് ബൈക്സുകളുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ 220 തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണ് അത്യാവശ്യം എൻക്വയറി ഉള്ള ഒരു വണ്ടിയാണ്. അത്യാവശ്യം എൻക്വയറി ഉള്ള വണ്ടിയാണ്. കാരണം 2018 മോഡലാണ് അത് വരുന്ന വണ്ടി. ബോഡിപരമായിട്ടും എഞ്ചിൻ പരമായിട്ടൊക്കെ പക്ക ഓക്കെ ആണ്. പിന്നെ ഇതിന്റെ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2012 മോഡലാണ് വരുന്നത്. ഇത് നമുക്കൊരു 55 നമുക്ക് ചെയ്ത് കൊടുക്കാം. 55. എത്ര ഓടി ഉണ്ട് അത്? ഇത് ഓടിയിട്ട് 61,000 കിലോമീറ്റർ. അതെ, ഒരു 55 റുപ്യ ലെവലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം. 2018 മോഡൽ വണ്ടിയാണ്. 2018 മോഡൽ 220 നോക്കുന്നവർക്ക് ജസ്റ്റ് ഒരു 55,000 ചെയ്ത് കൊടുക്കാൻ അറിയുന്നത്.
അടുത്തത് അതുപോലെ ഇത് Apache. 200 അപ്പാച്ചി. ഇതാണെങ്കിൽ 2018 മോഡൽ തന്നെ അത് വരുന്നത്. 200 cc വരുന്നതാണ്. ഇത് നമുക്ക് ഒരു 50 കിലോയിൽ ഇത് നമ്മൾ ചെയ്ത് കൊടുക്കും. 50,000 ചെയ്ത് കൊടുക്കാം അല്ലേ? കിലോമീറ്റർ എത്രയാണ് പറഞ്ഞത്? കിലോമീറ്റർ ഒരു 42 കോടി. 42,000 കിലോമീറ്റർ ഓടിയ അപ്പാച്ചെ. അതുപോലെ ഇത് 2012 NS ആട്ടോ വരുന്നത്. 2012 ജപ്പാൻ എഞ്ചിന് വരുന്ന ടൈപ്പാണ്. BS3 വരുന്നത്. BS3 അതെ, 2012 പക്കാ നീറ്റ് വണ്ടിയാ. അതായത് ബോഡിപരമായിട്ടൊക്കെ ഇത് ബ്ലാക്ക് ചെയ്തതാണ്. റെഡ് ആയാലും ബ്ലാക്ക് ചെയ്താണ്. കമ്പനി നിന്ന് ചെയ്താണ്. ഇത് അഡീഷണൽ കമ്പനിയിൽ നിന്ന് ചെയ്താണ്. അതായത് ഇത് റീപെയിന്റ് ആണെന്ന് പോലും നമുക്ക് അറിയില്ല. അത്രയും ഫിനിഷിംഗ് ആണ്. കറക്റ്റ് കമ്പനി ക്വാളിറ്റിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് 37 റുപ്യ. 2012 മോഡലാണ്. 37 രൂപ നമ്മൾ ചോദിക്കുന്നത്. വേറെ ഒരു അപാകത ഈ വണ്ടിക്കില്ല. അടുത്തത് പൾസർ. അടുത്ത പൾസർ 150. ഇത് 2015 മോഡലാണ്. കിലോമീറ്റർ 67 ഓടിയുണ്ട്. 67. ഇത് നമ്മൾ ചോദിക്കുന്നത് 32 റുപ്യ. 32. ഇതിന് റേറ്റ് 32 റേറ്റ്. എല്ലാം വീഡിയോ വരുന്നവർക്ക്, വീഡിയോ കണ്ട് വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യമൊക്കെ എന്തായാലും ഉണ്ടാവും. വീഡിയോ കണ്ട് വരുന്നവർ പറഞ്ഞാൽ മതി. വീഡിയോ കണ്ടിട്ട് വരികയാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്യാം, ഡിസ്കൗണ്ട് നമ്മൾ ചെയ്യാം. നിങ്ങൾ ലോൺ ഏതൊക്കെ ചെയ്യുന്നത്? ലോൺ ഏതൊക്കെ ചെയ്യുന്നത്? ലോൺ IDFC-ന്റെ ഉണ്ട്, ബൈക്കർ ഫിനാൻസ് ഉണ്ട്, ശ്രീരാം ഉണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. സിവിൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഏത് ലോൺ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. സിവിൽ സ്കോർ ചെക്ക് ചെയ്ത് വരുന്നതായിരിക്കും ബെറ്റർ അല്ലേ? അതെ, സിവിൽ സ്കോർ ചെക്ക് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിന്നുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. 740 ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഡെലിവറി കാര്യമുണ്ടോ? ലോങ് ഡെലിവറി ഉണ്ടോ? അതായത് തിരുവനന്തപുരം അങ്ങോട്ടൊക്കെ ഡെലിവറി എവിടെ, കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം അല്ലേ? കേരളത്തിൽ എവിടെയാണെങ്കിലും ഇവര് ഡെലിവറി ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അടുത്തത് ഇത് 2016 മോഡൽ വിക്രാന്താണ്. ബജാജിന്റെ സ്പെഷ്യൽ ഇതുള്ള സംഭവം. കപ്പൽ ഉരുക്കി ഉണ്ടാക്കിയാണ് ഒരു വണ്ടിയാണ് ഇത്. വിക്രാന്തോ? വിക്രാന്ത് E15. കപ്പലിന്റെ E15 എന്ന് പറയും. അതെ അതെ. ഇത് 2016 ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 23 റുപ്യ. 23. ലോ ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വണ്ടി. മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. പിന്നെ ഇതിന് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആ കപ്പല് അല്ലെ ഒരുക്കിങ്ങാന്. അതെ, മൈലേജും കിട്ടും വണ്ടി. അത്യാവശ്യം മൈലേജ് പർപ്പസ് ഒക്കെ നോക്കുന്നവർക്ക് മൈലേജും കിട്ടും. നല്ല ലോ ബഡ്ജറ്റില് അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. ഇതിന്റെ CC എത്രയാണ് വരുന്ന അറിയോ? ഇത് 150 cc. 150 cc ആകുമ്പോ അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. ഇതിന് ഓൾറെഡി മൈലേജ് ഇത് യൂസ് ചെയ്യുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മളത് വണ്ടി കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 20. എമൗണ്ട് എത്രയും പറഞ്ഞത്? ഇത് 23 രൂപ. 23 റുപ്യക്ക് അത്യാവശ്യം നല്ലൊരു ഡീലാണെന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. മെക്കാനിക്കലി ഒക്കെ ഓക്കെ അല്ലേ? മെക്കാനിക്കലി ഒക്കെ ഓക്കെയാണ്. മെക്കാനിക്കലി ഒക്കെ ഓക്കെയാണ്. ഈ ഒരു റേറ്റില് നല്ലൊരു വണ്ടിയാണ്. നല്ലൊരു ഡീലായിരിക്കും ഇത്. നമുക്ക് നോക്കിയാൽ കാണാം. നല്ല വൃത്തിയുള്ളൊരു വണ്ടിയാണിത്. ഓക്കെ. ഇത് നമുക്ക് എഞ്ചിൻ പരമായിട്ടൊക്കെ ചെക്കിംഗ് ഗ്യാരണ്ടി നമുക്ക് കൊടുക്കട്ടോ. ലോ ബഡ്ജറ്റ് ആണ് വിചാരിച്ച് നമ്മൾ ചെക്കിംഗ് ഗ്യാരണ്ടിയും കാര്യങ്ങളൊന്നും നമ്മൾ ഒഴിവാക്കുന്നില്ല. ഒരാഴ്ച നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളിത് മാറ്റി തരണമെങ്കിൽ മാറ്റി തരും. അതിന്റേതായ പർപ്പസിൽ തന്നെയാണ് നമ്മൾ പറയുക. അതായത് ലോ ബഡ്ജറ്റ് ആണ്, വലിയൊരു ഗ്യാരണ്ടി ഇല്ല. പക്ഷേ ലോ ബഡ്ജറ്റിന് നിങ്ങൾ ഗ്യാരണ്ടി ഇത് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇത് വർക്ക്ഷോപ്പിൽ നിന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ വെച്ചത്. മിസ്സിങ്ങോ കാര്യങ്ങളോ അതുപോലെ തന്നെ എഞ്ചിന് പിസ്റ്റണോ ക്രാങ്കോ അങ്ങനത്തെ ഒരു പണിയും തീരുന്നില്ല. അതൊക്കെ എടുക്കുക, ഓയിൽ മാറ്റുക, യൂസ് ചെയ്യുക. പിന്നെ ഒരു 1000 രൂപ എന്തെങ്കിലും ചെറിയ പീരിയോഡിക്കൽ സർവീസ് ചെയ്യുക, ജസ്റ്റ് യൂസ് ചെയ്യുക. ഓക്കെ. അടുത്തൊരു വണ്ടി ഇത് സുസുക്കിയുടെ ഹയാത്തെ എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇത് മൈലേജ് പർപ്പസിനൊക്കെ പക്കാ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി. അതൊരു 70 മൈലേജ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രതീക്ഷിക്കുക. കാരണം സുസുക്കിയിൽ ഇത് ഏറ്റവും കൂടുതൽ മൈലേജ് പർപ്പസ് ഉള്ള വണ്ടി കമ്പനി ഇറക്കിയതാണ്. ഇപ്പൊ നിലവിൽ ഇറങ്ങുന്നില്ല വണ്ടി. കമ്പനി സ്റ്റോപ്പ് ചെയ്തായിരിക്കും. കമ്പനി സ്റ്റോപ്പ്. പാർട്സ് ഒക്കെ അവൈലബിൾ ആണ്. പാർട്സ് എല്ലാം നമുക്ക് കമ്പനിയിൽ അവൈലബിൾ ആണ്. സ്പെയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 2012 മോഡലാ വരുന്നത്. ഇത് നമ്മൾ ചോദിക്കുന്നത് 21 രൂപ. 21 ആണ് ചോദിക്കുന്നത്. നമ്മളെ വീഡിയോ കണ്ടു വരികയാണെങ്കിൽ അതൊക്കെ നമുക്ക് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും വീഡിയോ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇത്രയാണ് നമ്മുടെ ഫോർച്യൂൺ യൂസ്ഡ് ബൈക്സിലുള്ള കളക്ഷൻസ്.
ലൊക്കേഷൻസ് നിങ്ങളെ നമ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞെടുത്തോളൂ. ലൊക്കേഷൻസ് എസ്റ്റേറ്റ് മുക്കിലാണ് വരുന്നത്. എസ്റ്റേറ്റ് മുക്ക് പള്ളിന്റെ ഓപ്പോസിറ്റ് ട്രാൻസ്ഫോമറിന്റെ അടുത്തായിട്ടാണ് വരുന്നത്. കോഴിക്കോട് ജില്ലയാണ് അല്ലേ? അതെ. ഒരുപാട് ബിഗ് കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് കാണുന്നവരുണ്ട്. അപ്പൊ അവർക്ക് ഇത് ഒരുപാട് എസ്റ്റേറ്റ് മുക്ക് ഉണ്ട് എന്ന് അറിയാം. അതെ, അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലാണത്. കോഴിക്കോട് നിന്ന് താമരശ്ശേരി വരിക. താമരശ്ശേരി നിന്ന് ഒരു 6 കിലോമീറ്റർ എസ്റ്റേറ്റ് മുക്ക് എന്ന് പറയും. എസ്റ്റേറ്റ് മുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് വണ്ടി ഷോപ്പുകളുണ്ട്. അവിടെ ഇനിയിപ്പോ ഇവിടെ പറ്റിയില്ലെങ്കിലും അടുത്ത ഷോപ്പിൽ ഉണ്ടാവും വണ്ടി. അപ്പൊ അതെ, അത്രയും ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും വണ്ടി അവർ പറയുകയാണെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അറേഞ്ച് ചെയ്ത് കൊടുക്കാം നമുക്ക്. അതിപ്പോ നമ്മളെ സുഹൃത്തുക്കൾ തന്നെയാണ് അടുത്ത ഷോപ്പുകളിലൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ 10-20 ഷോപ്പുകളോളം ഉണ്ട്. അപ്പൊ ഒരു 10,000 വണ്ടികൾ ഇവിടെ ഉണ്ട് നിലവിൽ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് വന്നവർക്ക് എന്തെങ്കിലും ഇവിടുന്നില്ലെങ്കിൽ മറ്റടുത്തുനിന്ന് ഇവിടെ ഈ വണ്ടി ഇപ്പൊ നിങ്ങൾ വിചാരിച്ച ലോ ബഡ്ജറ്റിൽ ഇപ്പൊ ഒരു 22 റുപ്യ വണ്ടി ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഷോപ്പിൽ നിന്ന് എടുക്കാം. ഇനിയിപ്പോ ലക്ഷം വണ്ടി ആണെങ്കിൽ അത്രയും പിന്നെ കളക്ഷൻസ് ഉണ്ട് അല്ലേ? പിന്നെ നമ്മളെ നമ്പർ കാര്യങ്ങൾ ഇതാണ്. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഷോപ്പിന്റെ പേര് ഫോർച്യൂൺ എന്നാണ്. ഫോർച്യൂൺ യൂസ്ഡ് ബൈക്സ്. നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. സെറ്റ് ആക്കി തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.